എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ ചോക്ക് കോയിലിന്റെ പ്രതിരോധം, ഇംപെഡൻസ്, ഇൻഡക്റ്റൻസ് എന്നിവ എങ്ങനെ വ്യത്യസ്ത കോമ്പിനേഷനുകളിൽ അളക്കാമെന്ന് ചർച്ച ചെയ്യാം. ഒബ്ജക്റ്റീവ്: ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കഴിയുന്നത് ശ്രേണിയിലും സമാന്തരമായും കോയിലുകൾ ബന്ധിപ്പിക്കുക, ചോക്ക് കോയിലിന്റെ പ്രതിരോധം അളക്കുക, ചോക്ക് കോയിലിന്റെ ഇംപെഡൻസും ഇൻഡക്റ്റൻസും അളക്കുക. ചോക്ക് കോയിലിന്റെ പ്രതിരോധത്തെയും കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ചോക്ക് കോയിലിന്റെ പ്രതിരോധം. ഒരു ചോക്ക് കോയിലിന്റെ പ്രതിരോധം എന്നത് ഡയറക്റ്റ് കറന്റ് DC പ്രവാഹത്തിന് കോയിൽ നൽകുന്ന എതിർപ്പിനെ സൂചിപ്പിക്കുന്നു. കോയിൽ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന വയറിൽ നിന്നാണ് ഈ പ്രതിരോധം ഉണ്ടാകുന്നത്. കൂടാതെ കറണ്ട് പ്രവഹിക്കുമ്പോൾ അത് കോയിലിലുടനീളം വോൾട്ടേജ് ഡ്രോപ്പിന് കാരണമാകും. പ്രതിരോധം മൂലം ഈ വോൾട്ടേജ് കുറയുന്നത് താപത്തിന്റെ രൂപത്തിൽ ഊർജം വിനിയോഗിക്കുന്നതിന് കാരണമാകുന്നു. ഒരു ചോക്ക് കോയിലിന്റെ പ്രതിരോധം സാധാരണയായി കുറവാണ്. കൂടാതെ കോയിലിലൂടെ ഡയറക്റ്റ് കറണ്ട് കടന്നുപോകുമ്പോൾ ഇത് വളരെ പ്രസക്തമാണ്. ചോക്ക് കോയിലിന്റെ പ്രതിരോധം. മറുവശത്ത് പ്രതിരോധവും പ്രതിപ്രവർത്തനവും ആൾട്ടർനേറ്റ് കറണ്ടിനോടുള്ള എതിർപ്പ് ഉൾപ്പെടുന്ന ഒരു വിശാലമായ ആശയമാണ് ഇംപെഡൻസ് ചോക്ക്. കോയിലിന്റെ കാര്യത്തിൽ ഇംപെഡൻസ് കോയിലിന്റെ പ്രതിരോധം മാത്രമല്ല, അതിന്റെ ഇൻഡക്റ്റൻസ് മൂലമുള്ള പ്രതിപ്രവർത്തനവും കണക്കിലെടുക്കുന്നു. ചോക്ക് കോയിലുകൾ പ്രാഥമികമായി ആൾട്ടർനേറ്റിംഗ് കറന്റ് AC ഉള്ള ഒരു സർക്യൂട്ടിൽ പ്രയോഗിക്കുന്നു. അവിടെ മാറുന്ന കറന്റ് കോയിലിന് ചുറ്റും മാറുന്ന കാന്തിക ക്ഷേത്രം സൃഷ്ടിക്കുന്നു. ചോക്ക് കോയിലിന്റെ ഇൻഡക്റ്റൻസ് പ്രതിപ്രവർത്തനത്തിന് കാരണമാകുന്നു. ഇത് വൈദ്യുതധാരയിലെ മാറ്റത്തോടുള്ള എതിർപ്പാണ്. പ്രതിരോധത്തിൽ നിന്ന് വ്യത്യസ്തമായി പ്രതിപ്രവർത്തനം താപം പോലെ ഊർജ്ജ നഷ്ടത്തിലേക്ക് നയിക്കില്ല. പകരം സർക്യൂട്ടിലെ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഫേസ് റിലേഷനെ ബാധിക്കുന്നു. നൽകിയിരിക്കുന്ന ചോക്ക് കോയിലിലെ പ്രതിരോധം എങ്ങനെ അളക്കാമെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഒരു ട്യൂബ് ലൈറ്റ് ചോക്ക് കോയിൽ എടുക്കുക, ഒരു 12 വോൾട്ട് ബാറ്ററി, ഒരു സ്വിച്ച് S, 0 മുതൽ 500 മില്ലി ആംപിയർ വരെയുള്ള മൂവിംഗ് കോയിൽ അമ്മീറ്റർ എന്നിവയെല്ലാം സീരീസിൽ ബന്ധിപ്പിക്കുക. സ്വിച്ച് S അടയ്ക്കുക. അമ്മീറ്റർ, വോൾട്ട് മീറ്റർ എന്നിവയിൽ നിന്നുള്ള റീഡിംഗുകൾ ശ്രദ്ധിക്കുക. ഓംസ് നിയമ ഫോർമുല R V/I മൂല്യങ്ങൾ മാറ്റി സ്ഥാപിക്കുക. ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് കണക്കാക്കിയ റീഡിംഗുകൾ പരിശോധിക്കാനും കഴിയും. മൾട്ടിമീറ്റർ കുറഞ്ഞ ശ്രേണിയിൽ റെസിസ്റ്റൻസ് മോഡിൽ സജ്ജീകരിക്കുകയും ചോക്ക് കോയിലുകളുടെ ടെർമിനലുകൾക്കിടയിൽ മൾട്ടിമീറ്റർ പ്രോബുകൾ സ്ഥാപിക്കുകയും ടാബുലേഷനിൽ ശ്രദ്ധിക്കുകയും ചെയ്യുക. രണ്ട് റീഡിംഗുകളും തുല്യമാണെന്ന്. പരമ്പരയിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന രണ്ട് കോയിലുകളിലൂടെ പ്രതിരോധം നമുക്ക് അളക്കാം. രണ്ട് ചോക്ക് കോയിലുകൾ എടുക്കുക. ഓരോന്നിനും 40 വാട്ട്സ്. അവയെ ശ്രേണിയിൽ ബന്ധിപ്പിക്കുക. 12 വോൾട്ട് ബാറ്ററി, ഒരു സ്വിച്ച്, ഒരു അമ്മീറ്റർ, രണ്ട് ചോക്ക് കോയിലുകൾ എന്നിവയെല്ലാം സീരീസിൽ ബന്ധിപ്പിക്കുക. S സ്വിച്ചിന് ശേഷം സർക്യൂട്ടിന് സമാന്തരമായി ഒരു വോൾട്ട് മീറ്റർ ബന്ധിപ്പിക്കുക. S സ്വിച്ച് അടയ്ക്കുക. ഇപ്പോൾ അമ്മീറ്റർ, വോൾട്ട് മീറ്റർ റീഡിംഗുകൾ രേഖപ്പെടുത്തുക. ഓമിന്റെ നിയമ ഫോർമുല R V/I മൂല്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇപ്പോൾ ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് നേരിട്ട് സീരീസ് കണക്ട് ചെയ്ത രണ്ട് ചോക്ക് കോയിലുകളിലൂടെ മൊത്തത്തിലുള്ള പ്രതിരോധം അളക്കുകയും പട്ടിക കോളത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. മൾട്ടിമീറ്ററിൽ നിന്ന് അളന്ന മൂല്യം കണക്കാക്കിയ മൂല്യവുമായി താരതമ്യം ചെയ്ത് അവ തുല്യമാണെന്ന് ഉറപ്പാക്കുക. ഓമിന്റെ നിയമമനുസരിച്ച് പ്രതിരോധം കുറയുന്നതിനാൽ സമാന്തരമായി നിലവിലെ മൂല്യം വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. സമാന്തരമായി ബന്ധിപ്പിച്ചിരിക്കുന്ന രണ്ട് കോയിലുകളിലൂടെ പ്രതിരോധം നമുക്ക് അളക്കാം. രണ്ട് ചോക്ക് കോയിലുകൾ എടുക്കുക.
ഓരോന്നിനും 40 വാട്ട്സ്. അവയെ സമാന്തരമായി ബന്ധിപ്പിക്കുക. 12 വോൾട്ട് ബാറ്ററി, ഒരു സ്വിച്ച്, ഒരു അമ്മീറ്റർ, സമാന്തരമായി ബന്ധിപ്പിച്ച ചോക്ക് കോയിലുകൾ എന്നിവയെല്ലാം സീരീസിൽ ബന്ധിപ്പിക്കുക. എസ് സ്വിച്ചിന് ശേഷം സർക്യൂട്ടിന് സമാന്തരമായി ഒരു വോൾട്ട് മീറ്റർ ബന്ധിപ്പിക്കുക. എസ് സ്വിച്ച് അടയ്ക്കുക. ഇപ്പോൾ അമ്മീറ്റർ, വോൾട്ട് മീറ്റർ റീഡിംഗുകൾ രേഖപ്പെടുത്തുക. ഓമിന്റെ നിയമ ഫോർമുല R = V × I ൽ മൂല്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇപ്പോൾ ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന രണ്ട് സമാന്തര ചോക്ക് കോയിലുകളുടെ മൊത്തം പ്രതിരോധം അളയ്ക്കുക. മൾട്ടിമീറ്ററിൽ നിന്ന് അളന്ന മൂല്യം കണക്കാക്കിയ മൂല്യവുമായി താരതമ്യം ചെയ്ത് അവ തുല്യമാണെന്ന് ഉറപ്പുവരുത്തി ടാബുലേഷനിൽ രേഖപ്പെടുത്തുക. ഓമിന്റെ നിയമം അനുസരിച്ച് വർദ്ധിച്ചു വരുന്ന പ്രതിരോധം കാരണം നിലവിലെ മൂല്യം കുറയുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നൽകിയിരിക്കുന്ന ടാബുലേഷനിൽ നിന്ന് കണക്കാക്കിയ മൂല്യങ്ങൾ പരിശോധിക്കുക. ചോക്ക് കോയിലിന്റെ ഇംപെഡൻസും ഇൻഡക്റ്റൻസും നമുക്ക് അളക്കാം. അതിനു മുൻപ് കോയിലിന്റെ ഇംപെഡൻസ്, ഇൻഡക്റ്റൻസ് എന്നിവയുടെ നിബന്ധനകളെക്കുറിച്ച് നമുക്ക് പറയാം. സാധാരണയായി ഒരു DC സർക്യൂട്ടിൽ ഒരു എതിർപ്പ് അല്ലെങ്കിൽ നഷ്ടം മാത്രമേ ഉണ്ടാകൂ. അതാണ് റെസിസ്റ്റർ. അതിനാൽ നമ്മൾ I = V/R എന്ന ഫോർമുല ഉപയോഗിക്കുന്നു. എന്നാൽ AC സർക്യൂട്ടിൽ പ്രതിരോധം, പ്രതിപ്രവർത്തനം എന്നറിയപ്പെടുന്ന രണ്ട് എതിർപ്പുകൾ അല്ലെങ്കിൽ രണ്ട് നഷ്ടങ്ങളുണ്ട്. ഒരു ഇൻഡക്ടറിലേക്ക് AC പവർ ഒഴുകുമ്പോൾ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഘട്ടവ്യത്യാസം മൂലമാണ് പ്രതിപ്രവർത്തനം സംഭവിക്കുന്നത്. ഇതിനെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് വിളിക്കുന്നു. ഒരു ഇൻഡക്ടറിലേക്ക് AC പവർ പ്രവഹിക്കുമ്പോൾ കറണ്ട് വോൾട്ടേജിൽ ലാഗ് ചെയ്യുന്നു. ഇത് ലാഗിംഗ് പവർ ഫാക്ടർ എന്നും അറിയപ്പെടുന്നു. ഈ ഘട്ടവ്യത്യാസം കാരണം റിയാക്റ്റൻസ് എന്ന പവർ ലോസ് ഉണ്ട്. ഇത് X എന്ന അക്ഷരത്തിൽ സൂചിപ്പിക്കുന്നു. അതിന്റെ യൂണിറ്റ് ഓം ആണ്. ഇൻഡക്റ്റീവ് റിയാക്ടർ XL കൊണ്ട് സൂചിപ്പിക്കാം. യൂണിറ്റ് ഓം ആണ്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഇങ്ങനെ നൽകാം: XL = 2 × π × f × L. ഇൻഡക്റ്റൻസ് L. ഇനി L കണ്ടെത്താം. L = XL / 2πf. പൈക്ക് പകരം എപ്പോഴും 3.14 മാറ്റി സ്ഥാപിക്കുക. AC സപ്ലൈയുടെ ഫ്രീക്വൻസിയിലൂടെ മൂല്യം Fന് പകരം നൽകാം. ഹെൻറിയിലെ ഇൻഡക്റ്റൻസിന്റെ മൂല്യം പകരം വയ്ക്കാം. അതിനാൽ AC സർക്യൂട്ടുകളിൽ പ്രതിരോധവും പ്രതിപ്രവർത്തനവും ഇംപെഡൻസ് എന്നറിയപ്പെടുന്നു. ഇത് Z എന്ന അക്ഷരത്താൽ സൂചിപ്പിക്കുന്നു. അതിന്റെ യൂണിറ്റ് ഓം ആണ്. AC സപ്ലൈയുടെ ആവൃത്തിയുടെ മൂല്യം Fന്റെ സ്ഥാനത്ത് സാധാരണയായി 50 ഹെർട്സ് ആയും ഹെൻറിയിലെ ഇൻഡക്ടറിന്റെ മൂല്യം പകരം വയ്ക്കാം. XL = 2 × π × f × L. ഇംപെഡൻസ് Z. Z = V/I. I = V/Z എന്നെഴുതാം. ഇതുപയോഗിച്ച് നിലവിലെ I കണ്ടെത്താനാകും. ഒരു കോയിലിന്റെ ഇൻഡക്റ്റൻസിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഒരു കോയിലിന്റെ ഇൻഡക്റ്റൻസ് എന്നത് ഇൻഡക്റ്റീവായ കോയിലിന്റെ അതിലൂടെ ഒഴുകുന്ന വൈദ്യുത പ്രവാഹത്തിലെ ഏതു മാറ്റത്തെയും എതിർക്കേണ്ട വൈദ്യുത ഗുണത്തെ സൂചിപ്പിക്കുന്നു. വൈദ്യുത പ്രവാഹത്തിൽ മാറ്റം സംഭവിക്കുമ്പോൾ മാത്രമേ ഇൻഡക്റ്റൻസ് ഉണ്ടാകൂ. ഇൻഡക്റ്റൻസ് എന്നത് L എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. അതിന്റെ യൂണിറ്റ് ഹെൻറി ആണ്. ഒരു ചോക്ക് കോയിലിന്റെ ഇംപെഡൻസും ഇൻഡക്റ്റൻസും പ്രായോഗികമായി നിങ്ങൾ എങ്ങനെ കണ്ടെത്തുന്നുവെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. 240 വോൾട്ടുകളും 50 ഹെർട്സ് ഫ്രീക്വൻസിയുമുള്ള ഒരു AC വോൾട്ടേജ് ഉറവിടം, ഒരു സ്വിച്ച്, മൂവിംഗ് അയൺ അമ്മീറ്റർ, ഒരു ചോക്ക് കോയിൽ എന്നിവ ഉപയോഗിച്ച് സീരീസിൽ ബന്ധിപ്പിക്കുക. എസ് സ്വിച്ചിന് ശേഷം സർക്യൂട്ടിന് സമാന്തരമായി 0 മുതൽ 300 വരെയുള്ള മൂവിംഗ് അയൺ വോൾട്ട്മീറ്റർ ബന്ധിപ്പിക്കുക. സ്വിച്ച് എസ് അടയ്ക്കുക. യഥാക്രമം അമ്മീറ്ററുകളിൽ നിന്നും വോൾട്ട്മീറ്ററുകളിൽ നിന്നുമുള്ള നിലവിലെ വോൾട്ടേജ് മൂല്യങ്ങൾ രേഖപ്പെടുത്തുക. ഫോർമുലയിൽ വോൾട്ടേജും കറണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Z = V/I. ഇംപെഡൻസിൽ നിന്ന് XL കണ്ടെത്തുക.
നമ്മൾ നേരത്തെ കണ്ടെത്തിയതുപോലെ ടാബുലേഷൻ 1 നിന്ന് പ്രതിരോധ മൂല്യം എടുക്കാം. ഫോർമുലയിലെ ഇംപെഡൻസ്, റെസിസ്റ്റൻസ് എന്നിവയുടെ മൂല്യങ്ങൾ മാറ്റിസ്ഥാപിക്കുക. XL ൽ നിന്ന് ഇൻഡക്റ്റൻസിന്റെ മൂല്യം കണ്ടെത്തുക. L ഈസ് ഈക്വൽ ടു XL ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു F 2 ഇൻറ്റു π ഇൻറ്റു F ഇൻറ്റു L. ഇതുവഴി ഇൻഡക്റ്റൻസ് L കണ്ടെത്താനാകും. പരമ്പരയിലും സമാന്തരമായും ബന്ധിപ്പിച്ചിരിക്കുന്ന ചോക്ക്ഡ് കോയിലിന്റെ ഇൻഡക്റ്റൻസ് നമുക്ക് കണ്ടെത്താം. ഒരേ സർക്യൂട്ടിൽ സിംഗിൾ ചോക്ക് കോയിലിന് പകരം സീരീസിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന 2 ചോക്ക് കോയിലുകൾ, സ്വിച്ച് അടച്ച അമ്മീറ്റർ, വോൾട്ട്മീറ്റർ റീഡിംഗുകൾ ശ്രദ്ധിക്കുക. Z ഈസ് ഈക്വൽ ടു V ബൈ I. ഇംപെഡൻസ് എന്നിവയിലെ മൂല്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടേബിൾ 2 നിന്നുള്ള ഇംപെഡൻസ് മൂല്യവും അനുബന്ധ പ്രതിരോധ മൂല്യമായ R ഉപയോഗിച്ച് റിയാക്റ്റൻസ് XL കണ്ടെത്തുക. XL ഈസ് ഈക്വൽ ടു Z സ്ക്വയർ മൈനസ് R സ്ക്വയർ. XL ൽ L ന്റെ മൂല്യം കണ്ടെത്തുക. L ഈസ് ഈക്വൽ ടു XL ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു π ഇൻറ്റു F. ഒരേ സർക്യൂട്ടിൽ സിംഗിൾ ചോക്ക് കോയിലിന് പകരം സമാന്തരമായി ബന്ധിപ്പിച്ചിരിക്കുന്ന 2 ചോക്ക് കോയിലുകൾ. സ്വിച്ച് S അടയ്ക്കുക. അമ്മീറ്റർ റീഡിംഗുകൾ രേഖപ്പെടുത്തുക. ഇംപെഡൻസ് മൂല്യം കണ്ടെത്തുക. ടേബിൾ 3 നിന്ന് ഇംപെഡൻസ് Z-ഉം അനുബന്ധ പ്രതിരോധം R-ഉം മാറ്റി പകരം XL ന്റെ മൂല്യം കണ്ടെത്തുക. XL ഈസ് ഈക്വൽ ടു Z സ്ക്വയർ മൈനസ് R സ്ക്വയർ. XL ൽ നിന്ന് L ന്റെ മൂല്യം കണ്ടെത്തുക. കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഒരു അത്ഭുതകരമായ ദിവസമുണ്ട്.